ആ ജോലിക്കാർ മക്കളൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ ചെയ്യും? നമുക്ക് നഖം വെട്ടാം പാ. കയ്യിലെ നഖം കയ്യാകുമ്പോൾ നഖം വളർന്നു. നഖം വളർന്നു പാ. ആ ബാ ഇട്ടുക്കളെ കസാല ഇരിക്കേ. ഞാനെടുക്കണ്ട പറയാം കേട്ടോ. ആ കെട്ടിയതില്ലല്ലോ. ആരാ എത്ര വിവാനാണോ? വിവാനാണോ ചെത്തിക്കളണേ? ചെത്തുന്ന ആരെ വിവാനാണോ? ആര് ചെത്തും? അത്യാവശ്യ കാര്യത്തിനുള്ള എടുത്ത് മുടക്കണം. അത്യാവശ്യ കാര്യത്തിന് എടുത്ത് മുടക്കണം. നഗോ നഗേന്ദ്രൻ അത്യാവശ്യം മുടക്കാതെ പറ്റും. നഗേന്ദ്രൻ അത്യാവശ്യം വെച്ചോണ്ട് മുടക്കണം. ഇന്നത്തിന് നഗത്തിന് എല്ലാത്തും തരിപ്പടായി. ഏത് ഇന്നത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേ? ഞാൻ പെട്ടെന്ന് കാര്യമാണ് ഞാൻ ചോദിച്ചത്. ചെളി ഇരിക്കുന്നുണ്ടല്ലേ? ചെളി കയറിയിരിക്കുന്നു. ഇതൊക്കെ അന്നേരം വെട്ടിക്കണ്ടേ ഇവരെ കൊണ്ടേ? ഇവനൊക്കെ ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലേ? എന്നും വെട്ടി തന്നോണ്ടിരുന്നല്ലേ നേരത്തെ? ഇപ്പം മടിയല്ലേ ഇവർക്കൊക്കെ? മടിയാ. അമ്മയ്ക്ക് മടി വെട്ടാ. അമ്മയ്ക്ക് വെട്ടിക്കാൻ മടി, അവർക്ക് വെട്ടാൻ മടി അല്ലേ? അതുകൊണ്ടോ ചെളിയെല്ലാം കയറിക്കുന്നുണ്ടോ നേരത്തെ? അമ്മച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്? അതെ പിന്നെ അങ്ങ് വിട്ടുവാ. 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ വെട്ടും. പിന്നെ അങ്ങനെ നീട്ടി വിട്ടാൽ നോക്കിയല്ല. നോക്കിയല്ല. പക്ഷെ ഇപ്പം നീണ്ടു പോയി, ഒത്തിരി നീണ്ടു പോയി. ഒത്തിരി നീണ്ടില്ല. രാത്രിക്ക് എന്ത് വണ്ടി വരുവാണ്? രാത്രിയൊന്നും ആയില്ല, വൈകുന്നേരം അല്ലേ? രാത്രി ആകട്ടെ. നിരപ്പല്ലേ? നല്ല ടിപ്പായില്ലേ? ഇതല്ലേ ചെണ്ട് കുട്ടികളെ? ഇത് ചാറ്റി പിടി. ബലം പിടിച്ചാൽ എങ്ങനെയാ പോയിട്ടാ? ബലം പിടിച്ചാൽ വെട്ടാൻ പറ്റിയില്ല. മഴക്കാറില്ലല്ലോ. ഇതെല്ലാം ഭയങ്കര മഴക്കാറാണ്. മഴ പെയ്യുന്നുണ്ടല്ലോ, തണുത്ത കാറ്റ് വരുന്നുണ്ടല്ലോ. മഴക്കാറും ഇല്ല, മഴയില്ല. മഴക്കാർ മഴ പെയ്തോളൂ. ഡിസൈനാണ് ഇതിൽ കാറ്റ്. അത് ഹെൽമെറ്റ്. ഹെൽമെറ്റ് തല വെക്കണ സാധനമില്ല ബൈക്കിൽ പോകുമ്പോൾ. ആണോ? ആ അത് കഴുകി വെച്ചിരിക്കുന്ന അതിനകത്ത് ചെളിയുണ്ട്. കഴുകി ഉണങ്ങാൻ വെച്ചേക്കണാണ്. കഴുകി ഉണങ്ങാനോ? ആ ഉണങ്ങാനായിട്ട് വെച്ചതാ. എന്നാലും അത് വൈകുന്നേരം എടുത്ത് മാറ്റണ്ടേ? ആ ഉച്ചയോടെ കഴിഞ്ഞാൽ ഇരിക്കട്ടെ, എന്നിട്ട് ദിവസം വെക്കാം. ഉണങ്ങിയിട്ടില്ല, തല വെക്കാൻ പറ്റുമെന്നൊന്നുമില്ല. ഉണങ്ങിയിട്ടില്ല. വൈകുന്നേരമല്ലേ കഴുകി വെച്ചത്? വണ്ടി കഴുകി കൂടി വണ്ടി മുതലുള്ള വെയിലല്ല അല്ല വെള്ളം എല്ലാം അത് നിങ്ങളുടെ കയ്യിലില്ല. കുടിച്ചും തീർച്ചയായിട്ടും വെള്ളം രാവിലത്തെ മുതലുള്ള വെള്ളമുണ്ട്, അതാണ് പറ്റിയത്. വേറെ വീടുകളൊന്നും കുടിക്കാനില്ല. കേട്ടോ വണ്ടിയാ പോകുന്നത്. ഓടണേ ഇതിലല്ല എവിടെ പോവാം? അമ്മ ഓരോ കാര്യങ്ങളൊക്കെ പോകണ്ടേ? ഇത് രാത്രി വല്ലതും പണി നടക്കും. പിന്നെ രാത്രിയൊക്കെ എന്തെല്ലാം പണി നടക്കും, എല്ലാ പരിപാടിയും നടക്കും. അവരൊക്കെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകണമല്ലേ? വണ്ടി പോയിരുന്ന പറ്റുമോ? വണ്ടിയും കൊണ്ട് പോയിരുന്ന പറ്റുമോ? എന്നാൽ ഇത് വളരുമ്പോൾ വിവാനെ വിളിച്ച് വെട്ടിക്കണം കേട്ടോ. ഇനി മുതൽ ഇത് വളരുമ്പോഴേ വിവാനെ വിളിച്ച് വെട്ടിച്ചോണം. തലമുടിയല്ല നഖം. ആ നമുക്ക് വെട്ടാൻ പറ്റിയല്ലോ. ഞാൻ വെട്ടിക്കളി. പിന്നെ കിട്ടുക അവരെ കൊണ്ടൊക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ ഒരു കപ്പനകത്ത് വെള്ളം എടുത്തോടാ. ആ മറ്റേ പ്ലാസ്റ്റിക് കപ്പിനകത്ത് വെള്ളം എടുത്തു. വെള്ളം കൈ കഴുകാനേ. ആ മറ്റേ ഇതിനടായിരിക്കുന്നതെല്ലാം പോണ്ടേ? കൈ കഴുകണ്ടേ?
മൂന്നും നാലും പേര് വീഴാം ആ 3-4 പേരൊക്കെ പോകുന്നേ. യാത്ര. അതിനകത്ത് എന്തെങ്കിലും എല്ലാം കൊണ്ടുപോകാനുണ്ട്. ആ അവരുണ്ട്, ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണമല്ലേ അമ്മേ. ഓരോ ജോലിക്കല്ലേ, ആ ഓരോ ജോലിക്ക് പോകണമല്ലേ. ജോലി നടത്താൻ പോകണമല്ലേ. ആ ചുമ്മാരിക്കുമല്ലോ, ചുമ്മാരുന്ന കാര്യം വല്ല നടക്കുമോ? ഒരു കാരണം ജോലി ആ. നടത്തേണ്ട അല്ല കൈ കഴിക്കൂ, കൈ കഴിക്കൂ, എന്നിട്ട് മുക്കി കഴിക്കൂ, കൈ കഴുകൂ. അയ്യോ എന്തിനാണ്? ആ കൈ കഴിക്കുക, അമ്മ കൈ കഴുകുക, കൈയിട്ട് കഴുകിക്ക്. അതുകൊണ്ട് കളഞ്ഞത്. ആ മതി മതി മതി. കാലയിലുണ്ടല്ലോ, കാലും കൂടെ വെട്ടിയേക്കാം. കാല വെട്ടാൻ അധികം ഉണ്ടോ? ഏതിൻ്റെയാ? വണ്ടിയുടെയാ? സാധനമൊക്കെ എടുത്ത് വെച്ചാൽ ആ അതിന് സാധനമൊക്കെ എടുത്ത് വെച്ചു. അവിടെ എവിടെയൊക്കെ ഇട്ടപ്പോണ് പിന്നെ അത് കിട്ടില്ല. കാലിക്കുണ്ടോ? കാലിക്കുണ്ട്. ചെരുപ്പ് പോര്, ചെരുപ്പ് പോര്, ചെരുപ്പ് പോര്, ചെരുപ്പ് പോര്. ഇങ്ങോട്ട് കാല് കൂട്ടി ചെരുപ്പ് വരട്ടെ. ആ ഇങ്ങോട്ടോ, അത് പോയിക്കൂ. ഒത്തിരി ഒത്തിരി കയറ്റി ചെത്തം കേട്ടോ. ഇല്ല ഒത്തിരി ചെത്തുന്നില്ല. വേദന ഒന്ന് പറഞ്ഞാൽ മതി വേദന എടുക്കുന്നുണ്ടെങ്കിൽ. കേട്ടോ വേദന എടുക്കുമ്പോൾ പറഞ്ഞാൽ മതി വേദന ഉണ്ടെങ്കിൽ. അമ്മയാ അമ്മ അവന് ഏതാ അവിടെ ഇത് വേണ്ടേ എവിടെ എവിടെ അവര് പെട്ടെന്ന് എവിടെ ചെന്നപ്പോഴാ? അവരുടെ വീട്ടിൽ. അതെ ആരെ വീട്ടിലാ പോയെ? ആരെ വീട്ടിലാ താവഴി കിട്ടാൻ പോയെ? അവരുടെ വീടറിയേ. ആരുടെ? അവരുടെ വിവിനായുടെ ഒക്കെ അടുത്തൊക്കെ താമസിക്കുന്നവരുടെ ചെക്കന്മാരെ പിള്ളേരില്ല. വിവീനയുടെ അടുത്താണ് അവരെല്ലാം അവിടെ പഠിക്കുകയും അതാരെ വിവീനയുടെ അടുത്ത്? ജോലി ചെയ്യുകയും ചെയ്യും. വിവീന എവിടെയല്ലേ താമസിക്കുന്നത്? വിവീന അതിന് ഇവിടെയല്ലേ താമസിക്കുന്നത്? വിവിനായും രണ്ടു പിള്ളേരും ചെറുക്കനുമുണ്ട് താമസിക്കുന്നു. അതേതാ? ചേട്ടൻ്റെ ചേട്ടനിയന്മാര് അവരുടെ അനിയത്തിമാർക്ക് മക്കളാണ്. ചേർത്തിരിക്കുവാനോ മക്കളോ? ഇന്ന് ഒരു കോളം കണ്ണുറങ്ങിയാണ്. അതിനാ നാളെ എന്നാ ചെയ്യും? അതിനൊന്ന് ഉറങ്ങിയാലത്? പകല് കിടക്കാൻ പറ്റുമോ? അതിനൊന്ന് ഉറങ്ങിയാലോ തന്നെ? ഒന്ന് ഉറങ്ങിയാലോ തന്നെ? പകല് ഉറങ്ങിയാലോ എന്നാന്ന്? പകല് കിടക്കാൻ പറ്റുമോ? പകല് കിടന്നാൽ പകൽ ജോലിയില്ല. പകല് പണിയെടുക്കണ്ട, ജോലി ചെയ്യാതെ പിന്നെ കാര്യം നടക്കുമോ? പകല് പിന്നെ ജോലി ചെയ്യാതെ കാര്യം നടക്കുമോ? ജോലിയോ? ആ പകല് പണി ചെയ്യണത് പകല് പണി ചെയ്യണം. ജോലി എന്ന് പറയുമ്പോൾ കന്നുകാലി, അടുക്കളപ്പണി, പെരയും മുറ്റമൊക്കെ അടി, മൃഗങ്ങളെ കെട്ടുക, അവർക്ക് തീറ്റയും വെള്ളവും കൊടുക്കുക, ഉണ്ടാക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞല്ലോ ജോലിയല്ലേ. പിന്നെ അത് പണിയാ. അതിന് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊടുക്കണം? അത് പകലല്ലേ ഉണ്ടാക്കണേ, വൈകിട്ടല്ലല്ലോ. അത് പകലല്ലേ ഉണ്ടാക്കണേ. നഗരയിലോട്ട് കയറ്റോ ഇല്ല നഗര കയറത്തൊന്നുമില്ല, പല കയറത്തില്ല. കത്തി കണ്ടാലും ചെത്തിക്കളെ. കുഴപ്പമില്ലല്ലോ, വേദന നിർത്തിട്ടില്ലല്ലോ. എനിക്ക് പ്രിയ അയച്ചതാ. സമയം കിട്ടില്ല, ആയാ നേരം പോയില്ല. ഇനി എന്നാ സമയമുള്ള? സന്ധ്യയായിട്ടല്ലേ ഉറങ്ങണേ? ഇപ്പൊ നേരെ വൈകുന്നേരം ആകുന്നേ ഉള്ളൂ. ഇപ്പൊ വൈകുന്നേരം ആകുന്നല്ലേ ഉള്ളൂ, സന്ധ്യയായിട്ടല്ലേ ഉറങ്ങണേ. എത്ര പിള്ളേരാ പോകുന്നത് കേട്ടോ. വലിയൊരു പിള്ളേരും കൊച്ചുങ്ങളും എല്ലാം കട പോവുക. അത് ഓരോ പണിയൊക്കെ കഴിഞ്ഞ് പോണാരായിരിക്കുന്നു. പണിയൊക്കെ കഴിഞ്ഞേ ഏത് പ്രായത്തിലുള്ള പിള്ളേർ വേണം. അതെ അതെ. പിള്ളേരൊന്നും ഇവിടെ ഇല്ല, പിള്ളേരെല്ലാം വിദേശത്താണ് ഉണ്ടാകണം. നാട്ടിൽ പിള്ളേരൊന്നും അധികം ഉണ്ടാവില്ല, നാട്ടിലധികം പിള്ളേരൊന്നും ഉണ്ടാകണില്ലെന്നേ. അത് അറിയാതെ കൊണ്ടതാ തന്നാ നോക്കിയപ്പോൾ. നാട്ടിലിപ്പോൾ പഴയ പോലെ പിള്ളേരുണ്ടാകുന്നില്ല, പിള്ളേരെല്ലാം വിദേശത്തുള്ള വീട് വഴിയൊക്കെ ഉള്ള കൊച്ചുങ്ങൾ വരുമ്പം ഭയങ്കര വരുവാ. ഇത് പോകണമെങ്കിൽ എൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേനാണ് ഇല്ലാത്ത ഇതൊന്നും വിഷമമൊന്നുമില്ലല്ലേ. ഒത്തിരി കഷ്ടപ്പാട്. പണി കൂടുതലല്ലേ. അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്ന് പണിയാതെ പറ്റുമോ? ഇന്നത്തെ പിള്ളേരെ പോലെയാണോ? ഇന്നത്തെ പിള്ളേരെ പോലെയാണോ പണിയാതെ പറ്റുമോ? ഇന്നത്തെ പിള്ളേരെ പോലെയാണോ പണിയാതെ പറ്റുമോ?
വണ്ടി ഓടിച്ചു പോവാ. ആ അങ്ങനെ പിള്ളേരങ്ങനെ വണ്ടി ഓടിച്ച് പോകണം. അതൊക്കെ ഒത്തിരി എത്തണ്ട. ഭയങ്കര ഇല്ല അത് ഇന്ന് രാവിലെ ഉള്ളൂ. വേദനയാ. ആ ഒന്ന് രാവിലെ വിട്ടേക്കാം. ഒരു മുറിയുണ്ട. ഇനി അത് പിന്നെ അത് കൂടി വരുവാ വേദന. ഇല്ല ഇല്ല അത് നേരം വെച്ചിരിക്കുന്നത് എന്നതാ. അത് ഹെൽമെറ്റാന്ന് പറഞ്ഞില്ലേ ഇതുവരെ. അത് ആരാ തലേ വെക്കണം. ആ തല വെക്കണമെന്നേ. അത് കഴുകി വെച്ചേക്കണമെന്ന് ഞാൻ. വിവാന്റെയാണ്. വിവാൻ്റെ ഒന്നുമില്ല എൻ്റെ. ഇപ്പൊ ചേട്ടാ ചൂലി കിടത്തണോടാ. അടുക്കള അടിക്കാൻ ചൂല് ഇതെല്ലാം അടിച്ചു കളഞ്ഞു. ചെരുപ്പ് മാറ്റ് ഉണ്ടോ? നഖമെല്ലാം കിടക്കണം. എന്തിനാ നഖ കിടക്കണം? ഇത് അമ്മ പറഞ്ഞ നഖയില്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? ചൂല് കൊണ്ട് ചൂലെടുക്കാനാണെന്ന് പറഞ്ഞു. ആ അതിപ്പോൾ കയ്യെ പറ്റിയാൽ തന്നെ കയ്യെ പറ്റട്ടെ. ആ തൂത്തുവാരി എടുത്ത് കൊച്ചിനെ കൊണ്ട് വെട്ടിക്കണ്ടേ അമ്മ? ഇതൊക്കെ കൊച്ചിനെ വിളിച്ച് വെട്ടിക്കണ്ടേ? കൊണ്ട് വേണ്ട ഇതൊക്കെ വെട്ടിക്കാൻ വെട്ടിക്കാനായിട്ടേ. കൊച്ചിനെ വിളിച്ചിട്ട് നഖം വളർന്നു കഴിയുമ്പോൾ നഖം വളർന്ന് വെട്ടണമെന്ന് പറയണ്ടേ? ആ ഒക്കെ പറഞ്ഞ് വെട്ടിക്കണ്ടായിരുന്നു അമ്മ. ആ വെട്ടി. ഇപ്പം ഞാൻ വെട്ടിയില്ലേ? ഞാനല്ലേ വെട്ടിയേ. ആ നിങ്ങളും പിള്ളേരൊക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട്. എൻ്റെ നാഗം കൂടെ വെട്ടിയതാണ്. അവരെ വീട് വഴി പോകണമായിരിക്കുന്നേ. അതൊക്കെയാ കിടന്നോളൂ. അവര് പോയി കിടന്നോളും. അമ്മ പറഞ്ഞവര് സ്കൂട്ടറല്ലേ? സൈക്കിളല്ല സ്കൂട്ടർ. സ്കൂട്ടറെ പിള്ളേരൊക്കെ യാത്ര ചെയ്ത് പഠിക്കുമല്ലേ? ആ അതൊക്കെ എന്തിനും ബില്ലിങ്. അതന്നെ ഓരോരോ സ്വന്തമായിട്ട് പണി ചെയ്ത് അവർ കാര്യം അറിയാവോ? അവർ സ്വന്തമായിട്ട് പണി ചെയ്ത് കാര്യം നടക്കും. പിടിച്ചു സംഗതി പോലും തന്നെ പിടിച്ചോ. തൂത്തുവാരി കളയട്ടെ. അടിച്ചു കളയണ്ട. പുറത്ത് കളയാ. നഖം വെട്ടി വെറ്റത്തിട്ടാ പറയുന്നത്. എന്നാ അറിയത്തില്ല. നഖം വെട്ടുന്നതൊക്കെ നഖം വെട്ടുന്നതൊക്കെ മിറ്റത്തിന് വെളിയിൽ കളയണമെന്നാണ്. എന്നാന്ന് അറിയത്തില്ല. ആൾക്കാർ പറയണുണ്ട്. പുറത്തുകൂടെ കളഞ്ഞാക്കാം. ഞാനീ കയറി പൊക്കോ. കയറി പോകണ്ട. ആ എന്നാ പൊക്കോ. ഞാൻ നേരം അത് നീ ഞാൻ നേരെ അത് ഞാൻ മാറ്റിക്കോളാം. ആ വെട്ടി ഞാൻ നേരം ഇത്. ആ എന്നാ പോയി കിടന്നോ. ഈ ഇരിക്കുന്ന സാധനം അതാരുടെ? ഏതാണേ? അത് തലേ വെക്കാൻ തൊപ്പിയാ. ഏതാ അമ്മ? അത് തലേ വെക്കണ തൊപ്പിയാന്നേ. തൊപ്പി നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ് അവിടെ. അവിടെ ഇരിക്കണമെന്ന് വെള്ളവും ചെളിയും പറയാനില്ല. പുറത്തായതുകൊണ്ട് അത് നമ്മൾ ഉണങ്ങാൻ കൊണ്ടു വെച്ചിരിക്കുന്ന അവിടെ കേട്ടോ. ചീത്തയാവും. ആ അത് ഉണങ്ങാൻ കൊണ്ടു വെച്ചിരിക്കുന്ന. അത് ഇവിടെയുള്ള പിള്ളേരൊക്കെ അല്ലേ. പട്ടി കണ്ടെടുത്തോണ്ട് പോകും. ആ പട്ടി കണ്ട എടുത്തോണ്ട് പോകും. നാങ്ങിയ പോര്. ഇനി അവിടെ ഇരിക്കുന്നുണ്ടോ? ആ അവിടെ ഇരിക്കുവാണോ? അവിടെ ഇരിക്കുവാണോ? നേരെ ഇരുട്ടിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ വിളിക്കുന്നേ? നേരെ ഇരുട്ടുന്നേ ഉള്ളൂ. സന്ധ്യ ആകുന്നേ ഉള്ളെന്ന്. പിന്നെ ആ നേരം വെളുക്കുക. നേരം വെളുക്കുവാണ്. അധികം സമയമില്ല. ആണോ? ആ കാണിക്കാം. ഞാൻ ചുമ്മാ കുത്തിയിരിക്കുമല്ലേ. എന്നാ പറ്റേ അടുക്കളയുടെ കടയിലെന്തോ ഇട്ടാ അവിടെ വല്ലതും ഉണ്ടോ? അടുക്കളയിലോ? ഇത് കണ്ട ജീവികളെല്ലാം കയറി വലിയല്ലേ. ഭക്ഷണം ഉണ്ടാക്കി വെച്ചാണല്ലേ. ഒന്നും ബന്ധമില്ല. എന്തോ ബന്ധമില്ല. ജീവിലാൻ വരും അല്ലേ?
ഇതുകൊണ്ട് വെച്ചിട്ട് വരും. ഇങ്ങ് പോര്, ഇങ്ങോട്ട് പോര്. കൊച്ചിന്റെ വീട് എവിടെയാ കൊച്ചേ? എന്റെ വീട് ഞാറുകുളം ഉതിരക്കട്ടെ. ആ ഞാറുകുളം ഉതിരക്കട്ടയിലാന്ന്. ആണോ? ആ എല്ലാവരുടെയും കൂടെയാണല്ലോ. ആ എല്ലാവരുടെയും കൂടെ ഇവിടെയാ നിക്കുന്നത്. അമ്മേനെ നോക്കണ്ടേ? എല്ലാരും മാറി എലിക്കുട്ടീനെ നോക്കണ്ടേ? എലിക്കുട്ടി നീ നോക്കിക്കേ. എലിക്കുട്ടീനെ നോക്കണ്ടേ? പിന്നെ നോക്കാൻ എനിക്ക് ആ മക്കൾ 4. ആഹാ 3 3 ആമക്കളുണ്ട്. അപ്പൊ അവരാരും നോക്കാനില്ലാഞ്ഞിട്ടല്ലേ ഇത് ഇവിടെ വന്നിരിക്കും നോക്കാൻ. ഞാൻ എന്റെ ചെരുപ്പ് കൊടുക്കാതെ അത് സാരമില്ല, മുറിയിലുണ്ട്. അമ്മേ, അമ്മയുടെ മകനാമ ഇത് ജോമോൻ. അത് ഇവരൊക്കെ എപ്പോഴല്ലേ പിന്നെ പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കുന്നത്. നേരത്തെ അവര് ഒന്നും ചെയ്യല്ലോ. ആ അപ്പൊ ആവശ്യമില്ല, അവർക്ക് ചെറുതല്ലേ. അവർക്ക് അതിന് സമയമില്ല. അവർക്ക് അപ്പൊ ചെറുതല്ലേ അമ്മേ. അവര് പഠിക്കാൻ പോകണം. അവർക്ക് ഉത്തരവാദിത്തമായി കഴിയുമ്പോ അവർ പണിയെടുത്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. പിന്നെ കച്ചവടമായി, ബിസിനസ്സായി, ഓരോ കാര്യം ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ എന്റെ കഷ്ടം. വണ്ടി മകൻ ഏത് മകനാ? ഇന്ന് മകനാക്കിയല്ലോ. ഞാനവനെപ്പോഴും കാണുന്നില്ല. ഈ മുറിക്കകത്ത് വന്നിരിക്കുന്ന മകനല്ലേ? വീട്ടുപേരെന്നാ? ആ ഞാറുകുളം ദുരക്കട്ടേല. ആ എന്നായി ഞങ്ങളുടെ കൂട്ടല്ലേ? ആണല്ലേ? എന്നും ഇവിടെ വന്നിരിക്കല്ലേ മുറിയില്? എന്നും ഈ മുറി വന്നിരിക്കല്ലേ? നേരത്തെ ആ എന്നും ആളാന്നേ. അന്നത്തെ പ്രായത്തിൽ അങ്ങനെയൊക്കെ നടക്കും. സന്തോഷാണല്ലോ. താമസിക്കണ എവിടെയാ? താമസിക്കുന്ന ഇവിടെയാ, നമുക്ക് കൂട്ടായിട്ട് ഇവിടെയാ താമസിക്കുന്നത്. ആ വീടോ? വീട് ഇതാ. വീട് വേറെ ഉണ്ടോ? അല്ല വേറെ വീടൊന്നുമില്ല, ഇതാ അതിന്റെ വീട് ഇതാ. അത് ശരി. അമ്മേനെ നോക്കണ്ടേ? എലിക്കുട്ടീനെ നോക്കണ്ടേ? അതിന് വേണ്ടിട്ട് തന്നിരിക്കുന്നതാ. എന്റെ നോക്കാനില്ല, അവിടെ ഉണ്ടോന്നാ? ആര്? മക്കളുടെ മക്കള്. അവരൊന്നും ആരും നോക്കൊന്നുമില്ല. മക്കളും അന്ന് അമ്മേനെ അവിടെ കൊണ്ടേ ആക്കിയേക്കാം. അല്ല ഞാനവർ വീട്ടില്ല എന്നെ കിടക്കും. ഏത് വീട്ടില്? എന്റെ വീട്ടിൽ. അമ്മയുടെ വീട് ഇപ്പൊ ഇച്ചിരി മുമ്പ് പറഞ്ഞില്ല, എന്റെ വീട് ഓമല്ലൂരാന്ന്. അത് ഗോപല്ലൂരൊന്നും അല്ല. ആ പിന്നെ അരയത്ത് പുത്തമ്പുരയിലാണോ? അവിടെയൊക്കെ നമ്മള് വളർത്തിയ അതാ വീടൊക്കെയാ. ഇല്ല, അമ്മയുടെ വീട് അരയത്ത് പുത്തമ്പുരയിലാണെ അവിടുന്ന് അവിടെ കൊണ്ടാക്കിയേക്കാം. പത്തമ്പര പുത്തമ്പുരയെ കൊണ്ടാക്കിയേക്കാം. പുത്തമ്പര ഒന്നും ഇപ്പൊ പണിയല്ല. അരയത്ത് പുത്തമ്പുര അമ്മയുടെ വീടില്ലേ? സ്വന്തം വീട്, സ്വന്തം വീട്. ഓ ഇനി എന്റെ അവിടെ പണിയാനാ? പണിയാനല്ലെന്നേ, അവിടെ കൊണ്ടേ ആക്കിയേക്കാന്നാ പറഞ്ഞേ. വീട് പണിയാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നാ വിശേഷം? അതിന് അവിടെ ആരും ഇല്ലേ നോക്കാൻ? അതുകൊണ്ട് അവരൊക്കെ പിള്ളേർ വലുതായി പോയില്ലേ പിള്ളേര്? ആ പിള്ളേര് വലുതായി കഴിയുമ്പോഴാണ് കാരണവന്മാരെ നോക്കുന്നത്. ചെറുപ്പത്തിൽ അവർക്ക് നോക്കാൻ പറ്റുമോ? പിന്നെ പെങ്കൊച്ചങ്ങൾ കെട്ടിക്കിട്ടും പോയാ പിന്നെ എല്ലാവരും ഓട്ടോ. പിന്നെ 2 ആൺകൊച്ചങ്ങൾ കെട്ടി അവര് ഓരോ സ്ഥലത്തല്ല. ആ കെട്ടിച്ച് വീട്ടിൽ അവരുടെ കൂടെ നിൽക്കേണ്ടത്. ആ മക്കളാ നോക്കേണ്ടത്. അവർക്കൊക്കെ ജോലിയായി. ജോലിയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ജോലി ഉണ്ടെങ്കിലും കാരണവന്മാരെ നോക്കണം. നല്ല ജോലിയല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണവന്മാരെ നോക്കണമെങ്കിൽ നല്ല പുള്ളിക്കാരി. അതിന് പേര് പറ. പേരിപ്പോ സാവു, ആ ജോമി, ആ ജോമോൻ. ജോമോൻകാര് ജോലിയൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാരും ആ ജോലി ഉണ്ടായിരുന്നു എന്നാ ജോലിയാ? ചെറുപ്പത്തിൽ. എന്നാ ജോലി? ചെറുപ്പത്തിൽ എന്നാ പഠിക്കുവല്ലേ അമ്മേ? പഠിച്ചു നടന്ന സമയത്ത് ജോലി ചെയ്യുമായിരുന്നു. പാവം എന്തോരം കഷ്ടപ്പെട്ട് കാണുന്നേ ഇപ്പൊ. അപ്പൊ പഠിച്ച സമയത്തും കഷ്ടപ്പാട് അനുഭവിച്ചു. ആണോ? അതിനകത്ത് അമ്മയൊന്നും ചെയ്ത് കൊടുക്കലായിരുന്നോ? നല്ല കാശ് മുടക്കും ഉണ്ടായി. ആർക്ക്? അവന് വേണ്ടിട്ട്. ആണോ? എന്നാത്തിനാ അമ്മേ കാശ് മുടക്കിയത്? കാശാലെ പഠിപ്പിക്കാനും. അത് പഠിച്ചില്ല. അത് 10ആയപ്പം പഠിത്തം നിർത്തി. 10ആയപ്പം പഠിത്തം നിർത്തി. അമ്മ വേറെ വല്ല മക്കളുടെ കാര്യമായിരിക്കും പറയണത്. അല്ലല്ല, ആ അവന് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് BDS പഠിച്ചതുണ്ടായിരുന്നു. ഇല്ലെന്നേ, 10ാം ക്ലാസ് കൊണ്ട് ജയിച്ച് ഫസ്റ്റ് ക്ലാസ് മേടിച്ച് നിർത്തി. അതോടെ പഠിത്തം. പിന്നെ അവൻ പഠിക്കാനും പോയിട്ടില്ല. ആ പഠിക്കാൻ പോയിട്ടില്ലെന്നേ, 10ാം ക്ലാസ് കൊണ്ട് നിർത്തി. പിന്നെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കി ചെയ്യാം. കൊച്ചങ്ങൾ നോക്കി ശരിയോ നോക്കി പോവാ.
അപ്പൊ അമ്മയ്ക്ക് ജോലിക്കാര് മക്കൾ നോക്കണ്ടെന്ന് അമ്മ പറയണം. അവർക്കൊക്കെ ജോലിക്ക് പോകണമെന്നല്ലേ എന്തമ്മേ? ആർക്കാ? ആ ജോലിക്കാര് മക്കളൊന്നും അമ്മേനെ നോക്കണ്ടെന്ന് അമ്മ പറയുന്നത്. അത് ശരിയല്ല കേട്ടോ. അതിനാ ആ ജോലിക്കാര് മക്കളൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാന്ന്? ജോലിയുള്ള മക്കളെ ഉള്ളു, ഇങ്ങനത്തെയുള്ള എല്ലാ കാലത്തും ജോലിയുള്ള മക്കളെ ഉള്ളു. അവരമ്മ അപ്പനെ ഉപേക്ഷിച്ച് പോവാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം വല്ലതും ആണോ? പിന്നെ അവരെ ആരാ നോക്കുന്നേ? അവര് മാറി മാറി നോക്കും. അല്ലാതെ ആരാ? അവരത് നോക്കണ്ടെന്ന് കൊണ്ട് അവർ നോക്കാതിരിക്കുകയില്ല. അത് നോക്കണ്ടെന്ന് ആരാ പറഞ്ഞു? നോക്കണ്ടെന്ന് പറയുന്നില്ല, അവര് നോക്കുന്നില്ലല്ലോ. അടിച്ചു പൊളിച്ച് ചെലവാക്കരുതെന്ന് മാത്രമേ ഞാൻ പറയൂ. ആരും അടിച്ചു പൊളിക്കുന്നില്ലമ്മേ. നമ്മുടെ അത്യാവശ്യ കാര്യത്തിന് മാത്രം എടുത്ത് ചെലവാക്കാവുള്ളൂ. പിന്നെ ഒടുവിലായി വരുമ്പോൾ ഇല്ലാതെ വരും. കയ്യിൽ നിന്ന് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ ആവലാതിങ്ങൾ നടന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നടത്താൻ ആരാ? ഇതെല്ലാം നോക്കി നിൽക്കണം. ഇപ്പൊ അമ്മേനെ നമ്മുടെ വീട്ടിൽ പറഞ്ഞു വിടുക കേട്ടോ. ഒരെങ്കിലും ആഘോഷങ്ങളല്ലേ കൂടുതൽ. അമ്മേ അമ്മേനെ നമ്മുടെ വീട്ടിൽ അരയത്ത് പുത്തമ്പരയിലോട്ട് പറഞ്ഞു വിടുക. പിന്നെ അരയത്ത് പുത്തമ്പരയിലോട്ടേ പറഞ്ഞു വിടുക അമ്മേനെ. നമ്മുടെ ഇവിടെ അരയത്ത് പുത്തമ്പരല്ലോ അമ്മ അവിടെ ഇന്ന് രാമ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കുക കേട്ടോ. അമ്മ പറയല്ലേ ഇടയ്ക്ക് എനിക്ക് അരയത്ത് പുത്തമ്പര, എന്റെ വീട് അരയത്ത് പുത്തമ്പരയാണ്. അവിടെ എന്നാ താമസിക്കുന്ന അവിടെ അല്ലെന്ന് അമ്മ എപ്പോഴും ഒരു കാര്യം പറയുമ്പോ മാറി മാറി പറയുവാണല്ലോ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അമ്മ എന്നെ പറ്റിക്കുവാണോ? അമ്മ ഞങ്ങളെ പറ്റിക്കുവാണോ അമ്മേ? പിന്നെ ഒന്ന് പ്രായം കഴിഞ്ഞാൽ പിന്നെ കാരണന്മാര് നോക്കാൻ മക്കൾക്ക് വലിയ പ്രായമുള്ളവരും ഓർമ്മയില്ലാത്തവരും ആയി ആ അത് വിഷമ. മക്കൾക്ക് പ്രായമായി ഒരു മക്കള് നോക്കണ്ടേ അന്നേരം? അന്നേരം മക്കള് നോക്കണ്ടേ? ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ ഓർമ്മയില്ല. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എല്ലാം വലിയ പ്രശ്നമാണ്. എൻ്റെ അപ്പനെ അമ്മേനെയും ഞാൻ ഇട്ടുകൊണ്ട് കുറവല്ല. ഇതൊരു കഷ്ടപ്പാടായിരുന്നു. 2 നേരവും കുടിക്കുകയും ചെയ്യും കാരണവർ. പിന്നെ 2 നേരം ഒന്നും കുടിക്കില്ല. ചാച്ചൻ വൈകുന്നേരം പോയി കുടിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ അങ്ങ് പറയില്ലേ? വലിച്ചാച്ചനാട്ടോ, ചാച്ചനല്ല. മേടിച്ചോണ്ട് വരുവോ, ഒന്ന് പണിയെടുക്കാൻ കൂടുവോ, ഒന്നും ചെയ്യും. പണിയെടുത്ത് കാശുണ്ടാക്കി സന്ധ്യാനം ഭംഗിയായിട്ട് കുടിക്കും, വന്ന് കിടക്കും. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.